അപ്പം ഞാൻ പണ്ട് പത്രത്തിനകത്ത് അന്ന് ടെലിവിഷൻ വന്നിട്ടില്ലാത്ത കാലത്ത് പത്രത്തിൽ എഴുതിയിട്ടുള്ള ആളാണ്. എഴുതുമ്പോൾ മുഴുവൻ എഡിറ്റ് ചെയ്ത് കളയും. നമ്മൾ അന്തം വിട്ടു പോകും. നമ്മൾ എഴുതി കൊടുത്ത സാധനമല്ല, നമ്മുടെ പേരിലൊരു ലേഖനം വരുന്നുണ്ട്. പക്ഷേ ആ ലേഖനത്തിനകത്ത് നമ്മളെന്താണോ എഴുതിയത് അതിൻ്റെ എത്ര ഇഷ്ടമുള്ള സ്ഥലങ്ങൾ മുഴുവൻ എഡിറ്റ് ചെയ്ത് കളയും. അന്ന് എഡിറ്റർമാരിൽ കൂടെ അല്ലാതെ നമുക്കൊരു ലേഖനം പ്രസിദ്ധീകരിക്കാൻ പറ്റത്തില്ല. ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് ഇഷ്ടമുള്ള പേജിൽ ഇഷ്ടമുള്ളത് എഴുതാൻ പറ്റുന്ന ഈ സ്പേസ് അന്നില്ല. അപ്പം പത്രത്തിനകത്ത് കടന്നു പോകണമെങ്കിൽ, മനോരമയ്ക്കകത്തൊരു ലേഖനം വരണമെങ്കിൽ, മാതൃഭൂമിയിൽ ലേഖനം വരണമെങ്കിൽ വേറെ ഒരു വഴിയില്ല. എഡിറ്ററുടെ കയ്യിൽ കൂടെ കടന്നു പോയിട്ടുള്ളതേ വരത്തുള്ളൂ. കൃത്യമായി മോണിറ്റർ ചെയ്ത് അവരുടെ സ്ഥാപനത്തിനും നഷ്ടം വരാതെ ഗവൺമെൻറ്റിനും കോട്ടം വരാതെ നമ്മളെ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക എന്ന് പറയുന്ന സാധനമേ വരുള്ളൂ. നമ്മൾ ഭയങ്കര സമര രീതിയിലുള്ള സാധനങ്ങളൊക്കെ എഴുതുന്നത്. നമ്മൾ ആകെപ്പാടെ രാത്രി പോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ എഴുതിയത് കാണിക്കാവുക. അത് വളരെ കുറച്ചേ ഉള്ളൂ. അടുത്തത് ടെലിവിഷൻ വന്നു. ആദ്യം ദൂരദർശന വന്നത്. ആ ദൂരദർശനകത്ത് എനിക്ക് വന്ന് 2 തവണ എങ്ങാണ്ട് തന്നെ ഞാൻ പോയിട്ടുള്ളത്. അത് തന്നെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കാണിക്കുന്ന സ്ഥലത്ത്. ലൈവ് ഷോയിൽ ഒരു കാലത്ത് ഒരു കൊണ്ടുപോയിട്ടില്ല. കാരണം ഞാൻ എന്ത് പറയുമെന്ന് അവർക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടോട്ട് കടത്തിയിട്ടേ ഇല്ല. അപ്പം അതിന് ശേഷം ഏഷ്യാനെറ്റ് പോലുള്ള പ്രൈവറ്റ് കേബിൾ ടെലിവിഷൻ വന്നു. ആ വന്ന സമയത്ത്, തുടങ്ങിയ സമയത്ത് ഞാൻ അതിനകത്തൊരു പ്രധാന ആളായിരുന്നു. നിങ്ങളിന്ന് കാണുന്ന ശ്രീകണ്ഠൻ നായരുടെ സകല ഇതിനകത്ത് ഞാനന്നുണ്ടായിരുന്നു. അവരതിനകത്ത് ഞാൻ ഏഷ്യാനെറ്റ് ആദ്യത്തെ കേബിൾ ടെലിവിഷനായിരുന്നു. എൻ്റെ സുഹൃത്തുക്കളായിരുന്ന ആൾക്കാരായിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്ന മുഴുവൻ പേരും. അത് അതിൻ്റെ നടത്തിക്കൊണ്ട് പോകുന്ന ശശികുമാർ തൊട്ട് സക്കറിയായും BRP ഭാസ്കർ, ഇവർ മുഴുവൻ പേഴ്സണൽ ഫ്രണ്ട്സാണ്. അവിടെ ഞാനൊരു പണിക്കാരനല്ലായിരുന്നു എന്നൊഴിച്ച് ബാക്കി മുഴുവൻ അതിനകത്ത് പങ്കാളിയായിട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ സുഹൃത്തുക്കളായിരുന്നു അതിനകത്ത് വാർത്തകൾ മുഴുവൻ വായിക്കുന്നത്. എല്ലാവരും ആദ്യത്തെ കുറച്ച് നാൾ കുറച്ച് സ്വാതന്ത്ര്യത്തോടെ ഞാൻ ഈ ടെലിവിഷൻ, ഈ പ്രിൻ്റ് മീഡിയയ്ക്കകത്ത് പറയാൻ പറ്റാത്തതൊക്കെ പറയാൻ അവർ അനുവദിക്കുമായിരുന്നു. അതൊരു 5 വർഷം ഒക്കെ കഴിഞ്ഞപ്പോഴത്തേന് ഇത് വലുതായി, നാട്ടിൽ എസ്റ്റാബ്ലിഷ്ഡായി, പരസ്യങ്ങളെല്ലാം കറക്റ്റായി. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചർച്ചയ്ക്ക് അവിടെ പോയി ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ അത് മുഴുവൻ എഡിറ്റ് ചെയ്ത് വരും. ആ എഡിറ്റ് ചെയ്ത് തുടങ്ങി ഞാൻ മന്ത്രിമാരെയൊക്കെ ഞാൻ കളിയാക്കുകയും പറയുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ സംസാരിക്കുമായിരുന്നു. ആ ചെയ്യുന്ന മുഴുവൻ എഡിറ്റ് ചെയ്ത് കളയും. അവസാനം ഞാൻ അവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആൾക്കാർ എന്നോട് ചോദിക്കും, നിങ്ങൾ അവിടെ ഇരിക്കുമ്പോൾ ഈ മന്ത്രി ഇങ്ങനെ പറഞ്ഞിട്ട് നിങ്ങളെന്താ മറുപടി പറയാത്തതെന്ന് ചോദിക്കും. ഞാൻ മറുപടി പറഞ്ഞതാ, പക്ഷേ ഇല്ല. 2002 ആയതിനു ശേഷം ഞാൻ 2002 അപ്പോഴത്തേന് ഏഷ്യാനെറ്റൊക്കെ വളർന്ന് സൂര്യ വന്ന് ചെറിയ ടെലിവിഷൻ കേബിൾ ടെലിവിഷൻ തന്നെ വേറെ ഉണ്ടായി. ഇതെല്ലാം വന്നു. പക്ഷേ ഇതിനകത്തൊന്നും പോയിട്ട് ഞാൻ ആദ്യം ചെയ്തിരുന്ന തരത്തിൽ സംസാരിക്കാനോ പറയാനോ പിന്നെ കഴിഞ്ഞിട്ടേ ഇല്ല. അതിനുശേഷം ഞാൻ പോകുന്നത് തന്നെ ഞാൻ തന്നെ കുറച്ച് കാരണം ഒരു ആവശ്യമില്ല, ഞാനവിടെ പോയിട്ട് പറയുന്ന കാരണം കൊണ്ട് ഒരു അഭിപ്രായം വരത്തില്ല. അങ്ങനെ വന്നിട്ട് ഞാൻ ആ സമയത്ത് ചെയ്തിരുന്നത്, എനിക്കൊരു കാര്യത്തിൻ്റെ മേളിൽ അഭിപ്രായം ഉണ്ടെങ്കിൽ എഴുതി അന്ന് ഫോട്ടോ കോപ്പി വന്നു. അതിന് മുമ്പ് ഞാൻ ചെയ്തിരുന്നതെന്ന് പറയുന്നത് ഒരു കത്ത് എഴുതിയിട്ട് 5 കോപ്പി വെച്ച് കാർബൺ എഴുതിയിട്ട് ഒരു 10-200 പേർക്ക് അയച്ചു കൊടുക്കും. നാട്ടിലെ അഭിപ്രായങ്ങളൊക്കെ പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അയക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഫോട്ടോ കോപ്പി എന്ന് പറയുന്ന സാധനം വന്ന സമയത്ത് ഞാൻ അതിൻ്റെ എടുത്തിട്ട് 500 പേർക്ക് അയക്കുമായിരുന്നു. കാരണം ഈ പത്രത്തിനകത്തോ ടെലിവിഷനകത്തോ എനിക്ക് യാതൊരു സ്പേസും ഒരു തരത്തില്ല.